ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ ചാർലിയിലെ ടെസയുടെ കഥാപാത്രത്തിനെ പോലെ ഇവളും ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കും എന്ന രീതിയിൽ തോന്നി. ഈ കഥാപാത്രം ഒരു മുസ്ലിം കഥാപാത്രമാണ്, നമ്മുടെ മീനാക്ഷിയുടെ കഥാപാത്രം, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ മീനാക്ഷിയുടെ കഥാപാത്രവും ഈ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് ബന്ധുവായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ഫ്രീഡം എന്ന രീതിയിൽ ഇവൾ ഒരു ദിവസം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ ചാർലിയിലെ പോലെ ആയിരിക്കും, ഫെമിനിസം ഒക്കെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ ഇവളുടെ ക്യാരക്ടർ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഫെമിനിസവും കാര്യങ്ങളൊന്നുമല്ല, ഇവൾക്ക് ഫ്രീഡം കിട്ടുക, ഇവൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവളുടെ ജീവിതത്തിലോട്ട് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം വരികയാണ്. ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം ഒരു റൈറ്ററിൻ്റെ ഫാദറാണ്. ഈ റൈറ്റർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കാരണം പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നമുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം ഇറക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇയാളെ ക്രൂരമായിട്ട് കൊല്ലുന്നു. പിന്നീട് ഇപ്പോൾ ഈ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം ആ പുസ്തകം എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യു എസ് എ വഴി പബ്ലിഷ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഇവള് ചെന്നുപെടുന്നതും ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നു, ഒരു അച്ഛൻ മകൾ ഒരു ഇമോഷൻസ് വരുന്നതും, അങ്ങനെ ഈ സിനിമ പതിയെ അതിൻ്റെ പൊളിറ്റിക്സ് പറയുകയും ഒപ്പം തന്നെ ഇവരുടെ ഇമോഷൻസും കൂടി പറഞ്ഞു പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കൊച്ചു സിനിമ. നിങ്ങളും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സിനിമ മനോരമ മാക്സിലുണ്ട്, ഒന്ന് കണ്ടു നോക്കണം. വളരെ എന്താ പറയുക, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ഒരു പൊളിറ്റിക്സ്, വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്സ് വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ ഒന്ന് കണ്ടു നോക്കുക. ഈ പറയുന്ന ഇന്ദ്രൻസിൻ്റെയും മീനാക്ഷിയുടെയും നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനൊക്കെ രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ, ചില ഹ്യൂമറൊക്കെ ആ ഒരു സമയത്ത് മീനാക്ഷി പറയുന്ന സമയത്ത് നമുക്ക് ചിരി വരുന്നുണ്ട്. എന്നാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഓവറായിട്ടൊന്നും കാണിക്കാതെ തന്നെ മീനാക്ഷി അത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ.